ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമദ്യുത ഉദ്ദൽഭാനു സഹസ്രാഭ ചതുർബാഹു സമന്യുത. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമദ്യുത ഉദ്ദൽഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത. ശരിക്കും ഈ ലളിതാ സഹസ്രനാമം എങ്ങനെയാണ് ജപിക്കേണ്ടത്? ശ്രീമദ് ലളിതാ സഹസ്രനാമം എങ്ങനെ ജപിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ശ്രീമദ് ലളിതാ സഹസ്രനാമത്തെ സംബന്ധിയായിട്ട് ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സഹസ്രനാമം, സഹസ്രം മീൻസ് 1000, നാമം പേര്. ലളിതാ സഹസ്രനാമം, ലളിതാ ഭഗവതിയുടെ 1000 പേര്. അപ്പം നമ്മളിങ്ങനെ ചറപറ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നൊക്കെ ഇരുന്ന് തകർക്കുമ്പോഴും അതിൻ്റെ പിന്നിലെ താല്പര്യം നമ്മൾ ഭഗവതിയെ ഓരോ പേരെടുത്തിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ശ്രീമാതാ ഒരു പേര്, ശ്രീ മഹാരാജ്ഞി മറ്റൊരു പേര്, ശ്രീമൽ സിംഹാസനേശ്വരി അടുത്ത പേര്, ചിദഗ്നികുണ്ഡ സംഭൂത ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് സംഭൂതയായവൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമാരംഭിക്കുന്നതും അജ്ഞാനധ്വാന്ത ദീപിക, അജ്ഞാനമാകുന്ന ധ്വാന്തം അന്ധകാരം ഇരുട്ട്, അതിന് ദീപികയായിട്ടുള്ളവൾ, പ്രകാശം പരത്തുന്ന, അന്ധകാരത്തിലും പ്രകാശം പരത്തുന്നവൾ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പര്യവസാനിക്കുന്നതുമായിട്ടുള്ള ശ്രീമദ് ലളിതാ സഹസ്രനാമം പരമമായ ജ്ഞാനത്തെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. അതുകൊണ്ടാണല്ലോ ജ്ഞാനദാഹത്താൽ പരവശപ്പെട്ട് പരമമായ ജ്ഞാനത്തെ യാചിച്ചുകൊണ്ട് തന്നെ സമീപിച്ച തൻ്റെ വത്സല ശിഷ്യനായ അഗസ്ത്യർക്ക് ഹയഗ്രീവ മഹർഷി കാരുണ്യപൂർവം ലളിതാ സഹസ്രനാമത്തെ എടുത്തങ്ങോട്ട് നൽകിയത്. അത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ധന്യാത്മാക്കൾ ഓർക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള പരാമംബികയുടെ സഹസ്രനാമം 1000 പേരുകൾ കൊണ്ട് നമ്മൾ ഭഗവതിയെ വിളിക്കുമ്പോൾ അജ്ഞാനം കൊണ്ട്, അലസത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അസംബന്ധങ്ങൾ വിളിക്കരുത്. ഏതെങ്കിലും ഒരു വിളി തെറ്റിപ്പോയാൽ ഭഗവതി നിങ്ങളെ ഭസ്മമാക്കും എന്നൊന്നും ഭയപ്പെടണ്ട. അങ്ങനെ ഭസ്മമാക്കാനായിരുന്നെങ്കിൽ എന്നേ നമ്മളൊക്കെ തീർന്നു പോയേനെ. പക്ഷേ ഒന്ന് അറിഞ്ഞു വിളിച്ചാൽ നമുക്കൊരു ആത്മസംതൃപ്തിയോ ഒരു ആത്മാഭിമാനമോ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ സർവപ്രകാരേണയുള്ള പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായി വേണ്ടത്. ഒരു ഉദാഹരണം പറയാം. സമ്പൽക്കരീ സമാരൂഢ സിന്ധുരവ്രജ സേവിത. അതിന് പാവം ചിലരൊക്കെ സമ്പൽക്കരീ സമാരൂഢ സിന്ദൂര വ്രജ സേവിത എന്നൊക്കെ ജപിക്കുന്നത് കേട്ടിട്ടുണ്ട്. ചിലരാണെങ്കിൽ സിന്ദൂര വജ്ര സേവിത എന്നും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാവരും അല്ല കേട്ടോ.
സിന്ദൂരം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, അമ്മമാര് നെറ്റിയിൽ വാരിപ്പുറത്തുന്ന സാധനം സിന്ദൂരം. ഇവിടെ സിന്ദൂരമല്ല, സിന്ധുരം. എന്താണ് സിന്ദൂരവും സിന്ധുരവും തമ്മിലുള്ള വ്യത്യാസം? സിന്ദൂരത്തിൻ്റെ ദ എന്ന് പറയുന്നത് നായും ദോശയുടെ ദായും ചേർന്നതാണ്. മാത്രമല്ല സിന്ധൂന്ന് ദീർഘമുണ്ട്. പക്ഷെ ഇവിടെ അതല്ലല്ലോ. ഇവിടെ സിന്ധുരം. ഇവിടുത്തെ ധ എന്ന് പറയുന്നത് നായും നാ തിരിച്ചിട്ട ധായുമാണ്. സിന്ധൂന്ന് ദീർഘമില്ല, സിന്ധു. അപ്പൊ സിന്ധുരം, സിന്ദൂരം പറഞ്ഞു കഴിഞ്ഞു. സിന്ധുരം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷാർത്ഥം ആന എന്നാണ്. അപ്പോ സിന്ദുരവ്രജം, വ്രജം കൂട്ടം, സിന്ദുരവ്രജം ആനക്കൂട്ടം, സിന്ദുരവ്രജ സേവിത ആനക്കൂട്ടങ്ങളാൽ സേവിക്കപ്പെടുന്നവളെ എന്ന് പ്രത്യക്ഷ താല്പര്യം. ആന്തരികമായ അർത്ഥതലങ്ങൾ വളരെ വിശാലമായിട്ട് ഉണ്ട്, അത് നമുക്ക് പിന്നാലെ ചർച്ച ചെയ്യാം. പക്ഷേ ആനക്കൂട്ടങ്ങളാൽ സേവിക്കപ്പെടുന്നവളെ എന്ന പ്രത്യക്ഷ താല്പര്യത്തിൽ വിളിക്കേണ്ടതിന് പകരം സിന്ദൂരം വാരി തേച്ചവളെ എന്ന് വിളിച്ചാൽ അതൊരു അനൗചിത്യമല്ലേ? ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്ഷമിക്കണം, എനിക്ക് ഒന്ന് എഴുന്നേൽക്കേണ്ടി വന്നു. അതിന് പിന്നെ മണിക്കൂറുകൾക്ക് ശേഷമാണ് വന്നിരുന്ന് ബാക്കി പറയുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ ചില തെറ്റുകൾ പിണയുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് സൂചിപ്പിച്ചത്. അയ്യോ, അതൊക്കെ കേട്ടിട്ട് അയ്യോ കുഴപ്പമായല്ലോ, അങ്ങനെയൊന്നും ഭയപ്പെടണ്ട കേട്ടോ. അങ്ങനെയൊക്കെ ഇനി വിളിച്ചാലേ കുഴപ്പമുള്ളൂ. അങ്ങനെ തെറ്റി. എന്തുകൊണ്ട്? ഇപ്പം നമുക്ക് കാര്യം മനസ്സിലായല്ലോ. മനസ്സിലായതിന് ശേഷം തോന്നിയാസം പറയുമ്പോഴാണല്ലോ കൂടുതൽ കുഴപ്പമാകുന്നത്. മനസ്സിലായ സ്ഥിതിക്ക് നമ്മളിനി കുഴപ്പം പറയുകയില്ല എന്ന് കണ്ടോളൂ. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തെറ്റുകൾ എന്ന് പറയുന്നത് സഹജമാണല്ലോ. ഇപ്പം എനിക്കും തെറ്റ് പറ്റും, ഒന്നും കാര്യമില്ല. പരമാവധി നമ്മൾ തെറ്റില്ലാണ്ട് ജപിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. മാത്രമല്ല, മൂലാധാരൈക നിലയായി രജോ ഗുണപ്രധാനമായ ബ്രഹ്മഗ്രന്ഥിയെ വിഭേദിച്ചുകൊണ്ടും മണിപൂരാന്തത്തിൽ ഉദിച്ച് സത്വഗുണപ്രധാനമായ വിഷ്ണുഗ്രന്ഥിയെ ഭേദിച്ചുകൊണ്ടും ആജ്ഞാചക്രാന്തരാളത്തിൽ സ്ഥിതി ചെയ്ത് തമോ ഗുണപ്രധാനമായ രുദ്രഗ്രന്ഥിയെയും ഭേദിച്ചുകൊണ്ട് പടിയാറും കടന്നവിടെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ ഒരു കീർത്തനം, പടിയാറും കടന്നവിടെ ചൊല്ലുമ്പോൾ, എവിടെ? സഹസ്രാരാംബുജത്തിൽ. അവിടെ ആരോഹണം ചെയ്തും പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് സുധാസാരത്തെ അഭിവർഷണം ചെയ്ത് അനുഗ്രഹിച്ചുകൊണ്ടും നമ്മളിൽ തന്നെ ഇരിക്കുന്ന പൊന്നുതമ്പുരാട്ടിയെ പ്രകീർത്തിക്കുന്ന ഈ ലളിതാ സഹസ്രനാമം ശരിക്കും എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തടില്ലതാ സമരുചിഹി, ഒരു മിന്നൽ പിണർ കണക്കെ നമ്മുടെ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ഷഡ്ചക്രങ്ങളിലൂടെയും സഞ്ചരിച്ച് അതിനും ഉപരിയായി ഷഡ്ചക്രോപരി സ്ഥിതി ചെയ്ത് ശേഷം വിട്ടുപോകാതെ മഹത്തായ ഒരാസക്തിയോടുകൂടി നമ്മളിൽ തന്നെ മേളനം ചെയ്യുന്നവളാണ് കുണ്ഡലിനി ഭഗവതി. തടില്ലതാ സമരുജുഹി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാസക്തി കുണ്ഡലിനി ബിസതന്തു തനീയസി എന്ന ഈ പ്രയോഗം ഭഗവതി നമ്മളിൽ നിന്ന് വേറിട്ടല്ല, നമ്മളിൽ തന്നെയാണ് എന്ന ഒരടിവരയിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ? അതെ. പരാപ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക. ഭക്തരുടെ മാനസത്തിൽ നിന്ന് മനോഹരമായി പുറപ്പെടുന്ന നാദം, നമ്മുടെയൊക്കെ നാവിൽ നിന്ന് ഒരു നദിയെന്ന പോലെ അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദം നാവിൽ നിന്നാണെന്ന് തോന്നുമെങ്കിലും അത് നാവിൽ നിന്നല്ല, കണ്ഠത്തിൽ നിന്നാണ് എന്നും അതിനും മുന്നേ അത് ഹൃദയത്തിൽ നിന്നായിരുന്നെന്നും
അത് ഹൃദയത്തിലേക്ക് പുറപ്പെട്ടത് നാഭീദേശത്തു നിന്നായിരുന്നു എന്നും നാഭീദേശത്തു നിന്ന് പുറപ്പെടുമ്പോഴുള്ള ശബ്ദാവസ്ഥയ്ക്ക് പരായെന്നും ഹൃദയത്തിലെത്തുമ്പോൾ അതിന് പശ്യന്തി എന്നും തുടർന്ന് കണ്ഠത്തിലെത്തുമ്പോൾ അതിന് മധ്യമായെന്നും പിന്നീട് നാവിലൂടെ അത് പുറത്തു വരുമ്പോൾ അതിന് വൈഖരി എന്നും പേര്. ആ പരാപശ്യന്തി മധ്യമാ വൈഖരി രൂപത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതൊക്കെയും സർവ്വതും ഭഗവതി തന്നെയാണെന്നുള്ളത് കൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിലൂടെ ആ പേരുകളിലും ഭഗവതിയെ നമ്മൾ ഭജിക്കുന്നത്. അത്തരം പേരുകളിലുമുള്ള ആ ഭഗവതി നമ്മളിൽ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നത്. ഈ ലളിതാ സഹസ്രനാമത്തിലൂടെ നമ്മൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭഗവതി നമ്മളിൽ തന്നെ ഉണ്ട് എന്നതിന് ലളിതാ സഹസ്രനാമം തരുന്ന മറ്റൊരു തെളിവ് കൂടിയാണത്. അങ്ങനെയുള്ള ഭഗവതിയെ സദാ പ്രകീർത്തിക്കുന്ന ലളിതാ സഹസ്രനാമം ശരിക്കും നമ്മൾ എങ്ങനെയാണ് ജപിക്കേണ്ടത്? വ്യാപിനീ വിവിധാകാര, വിവിധങ്ങളായ ആകാരങ്ങളോടുകൂടി സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന, സർവ്വതിലും എന്ന് പറയുമ്പോൾ ആ സർവ്വതിലും നമ്മൾ കൂടി ഉൾപ്പെടുന്നു എന്നത് മറക്കണ്ട. അപ്പോൾ നമ്മളിൽ വ്യാപിച്ചിരിക്കുന്ന ഭഗവതി ചിച്ഛക്തിശ്ചേതനാരൂപ, ചിത്തിനെ സ്വരൂപമാക്കി സർവദേഹങ്ങളിലും ശക്തിയായി കുടികൊള്ളുന്നവൾ. അപ്പോഴും അവൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് വരുന്നു. ഹൃദയസ്ഥ രവിപ്രഖ്യ, പ്രഭാപൂരിതമായി സൂര്യസമാനം നമ്മളുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചവൾ എന്ന് പറയുമ്പോഴും അവൾ നമ്മളിൽ തന്നെയാണ് എന്ന് ആവർത്തിക്കുകയല്ലേ. പ്രത്യഗ്രൂപാ പരാകാശ പ്രാണദാ പ്രാണരൂപിണി, പ്രാണന്റെ രൂപത്തിൽ കുടികൊള്ളുന്നവൾ. പ്രാണൻ ഉള്ളിലുണ്ടെങ്കിൽ ഭഗവതിയും ഉള്ളിലുണ്ട് എന്ന് താല്പര്യം. അവിടെയും ഭഗവതി പ്രഖ്യാപിക്കുന്നത് സത്യവ്രതയായി, സത്യരൂപയായി, സർവാന്തര്യാമിണിയായി, സതിയായി ഞാൻ നിന്റെ ഉള്ളിൽ തന്നെയാണ് എന്നാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഭഗവതിയെ ശരണാഗതി പ്രാപിക്കുന്നതിനായി നമ്മൾ ജപിക്കുന്ന ഈ ലളിതാ സഹസ്രനാമം ഭഗവതി ശരിക്കും എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നാണ് ഭഗവതിയുടെ കാരുണ്യത്താൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. വിവിധങ്ങളായിട്ടുള്ള താല്പര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് വിശ്വഭ്രമണകാരിണിയായിട്ടുള്ള ഭഗവതിയെ വിശ്വാസപൂർവം നമ്മൾ ലളിതാ സഹസ്രനാമത്തിലെ ഓരോ പേരുകളും ചൊല്ലി ചൊല്ലി വിളിക്കുമ്പോൾ ആ വിളി കേൾക്കേണ്ടതായ ഭഗവതി ഇരിക്കുന്നത് അനന്തകോടി ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങൾക്കപ്പുറത്തെ കാണാമറയത്തെവിടെയോ അല്ല, മറിച്ച് വിളിക്കുന്ന ആളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. വിളിക്കുന്ന ഓരോ വിളിയും കേട്ടുകൊണ്ട് തന്നെയാണ് ഉള്ളിലിരിക്കുന്നത്. അങ്ങനെ ഉള്ളിലിരുന്ന് കേട്ടാൽ മാത്രം പറ്റില്ല. കേട്ട് 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 ആസ്വദിക്കാൻ പറ്റണം. ഭഗവതിക്ക് ആസ്വാദ്യകരമാകുന്ന രീതിയിലാണ് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടത് എന്ന് താല്പര്യം. ശ്രീമാതാ എന്നൊരു വിളി നമ്മൾ വിളിച്ചാൽ ഓ എന്ന് വിളി കേൾക്കാൻ തോന്നുന്ന രീതിയിൽ ആസ്വാദ്യകരമാകണം. അതിന് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് മുമ്പേ പോയി സംഗീതം പഠിക്കണം എന്നൊന്നുമല്ല താല്പര്യം. പിന്നെയോ എൻ്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും ഇരിക്കുന്നത് ഒരേ ഭഗവതിയാണെങ്കിലും വിവിധാകാരയാണ്.
അതുകൊണ്ട് തന്നെ ആസ്വാദന തലങ്ങളും വിവിധങ്ങളാണ്. അക്കാരണത്താൽ എൻ്റെ ജപശൈലിയും നിന്റെ ജപശൈലിയും തമ്മിൽ വ്യത്യാസപ്പെട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. ഒന്നിലധികം ആൾക്കാർ അഥവാ കുറേ പേർ ചേർന്ന് ഒരു സമൂഹ ജപത്തിൽ ഏർപ്പെടുന്ന വേളയിൽ പ്രായോഗികതയ്ക്കായി എല്ലാവരും ഒരേ ശൈലി അവലംബിക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യതയുണ്ടെന്നതൊഴിച്ചാൽ ഇന്ന രീതിയിൽ തന്നെ ജപിച്ചു കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ആകെയുള്ള നിർബന്ധം നമ്മുടെ ജപം ഭഗവതിക്ക് ആസ്വാദ്യകരമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ്. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ധന്യാത്മാക്കൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയം, നമ്മുടെ ജപം ഭഗവതി ആസ്വദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ അറിയാൻ കഴിയും? അതല്ലേ? വളരെ ലളിതമാണ്. നമ്മുടെ ജപം നമുക്ക് സ്വയം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് തന്നെ അത് ആസ്വാദ്യകരമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടോ എങ്കിൽ അത് ആസ്വദിക്കുന്നത് നമ്മളല്ല, അത് ഭഗവതിയാണ്. ഹൃദയശേ തിഷ്ഠതി അർജുന, നിന്റെ ഹൃദയ കമലത്തിലാണ് എൻ്റെ വാസം. എൻ്റെ അവസ്ഥാവിശേഷങ്ങളാണ് നിന്റെ ഹൃദയ വികാരങ്ങൾ ഓരോന്നും. അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാവരും ജപിച്ചുകൊള്ളും. സ്വയം ആസ്വദിച്ച്, സ്വയം മറന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും പൊന്നുതമ്പുരാട്ടിയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ. ആയുസ്സും ആരോഗ്യവും സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും വിശിഷ്യ ആത്മജ്ഞാനവും ഉണ്ടാവട്ടെ. ജപിക്കൂ, സ്വയം ആസ്വദിച്ച്, സ്വയം മറന്ന്.